പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ദിയാൽധാരയിൽ ഈശോ എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. കർത്താവേ, ഇതാ ലോകമെമ്പാടും ഇരുന്ന് അനേകം മക്കൾ നിന്റെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, നിന്റെ സ്നേഹത്തിൻ്റെ ഒരു വിശുദ്ധീകരണം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ഈ മക്കളുടെ വേദനകളെ കണ്ണുനീരിനെ നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തിയെന്നോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പങ്കുവച്ചും പറഞ്ഞും പ്രാർത്ഥിക്കുക. നിന്റെ നൊമ്പരങ്ങളുടെ മേൽ കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:2 മുതലുള്ള വചനങ്ങൾ: കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. പ്രവാചകൻ സഹായത്തിനായിട്ട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. കഷ്ടതയുടെ കാലത്തും വേദനയുടെ സങ്കടത്തിൻ്റെയൊക്കെ കാലത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതാണ്. 33-ാം അധ്യായത്തില് 1 മുതലുള്ള വചനങ്ങളിൽ നാം കാണുക. സഹായത്തിന് വേണ്ടി പ്രവാചകൻ അപേക്ഷിക്കുന്നു. അതെങ്ങനെയാണ്? കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ സങ്കടങ്ങളോടും വേദനകളോടും കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതാ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഇങ്ങനെ പറഞ്ഞ് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, ഓരോ പ്രഭാതത്തിലും നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഓരോ ദിവസവും നിന്റെ കരഫലം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രവാചകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങളുടെ സങ്കടങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും കർത്താവേ, നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം
കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ മേൽ നിന്റെ കരുണ കാണിക്കണമേ. മനസ്സ് തളർന്നിരിക്കുന്ന, തകർന്നിരിക്കുന്ന മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തകർന്നവരെ കർത്താവെ നീ ആശ്വസിപ്പിക്കണമേ. മനമുരുകിയവരെ കർത്താവെ നീ കടാക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ കരങ്ങൾ കൂപ്പി ഈശോയെ ഈശോയെ ഈശോ ഈശോയെ ഈശോയെ കർത്താവേ കരുണ കാണിക്കണമേ. ഒട്ടുമേലായിരിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന, പരീക്ഷകൾ എഴുതുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ മക്കളുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈശോ അനുഗ്രഹിക്കപ്പെടാൻ, അകാരണമായ ഭയം, അസ്വസ്ഥതകൾ, ശാരീരികമായ രോഗങ്ങൾ എന്നൊക്കെ കുഞ്ഞുമക്കളെ കാത്ത് സംരക്ഷിക്കണമേ. നല്ലവണ്ണം പരീക്ഷ എഴുതാൻ മക്കളെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന യാചിച്ചവരുടെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ആലയത്തോട് ചേർന്ന് ഓരോ നിമിഷവും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ നിയോഗങ്ങൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ നിന്നും ഓരോ ദിവസവും ഒരുക്കുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയും നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.